ഈ മണിക്കൂറിലെയും വിശദമായ വാർത്തകളിലേക്ക്. കാട്ടാനാക്രമണത്തിൽ മരിച്ച ഇടുക്കി പെരുവന്താനത്തെ സോഫിയയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ജില്ലാ കളക്ടർ എത്തി മരിച്ച സോഫിയയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് അറിയിച്ചിരുന്നു. മരിച്ച സോഫിയയുടെ ഇൻക്വസ്റ്റ് നടപടികൾ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ തുടങ്ങി. ജെയിനിസ് രാജുവും ഷിനോ ജസ്റ്റിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജെയിനിസ് രാജുവിലേക്ക് ആദ്യം. പെരുവന്താനത്തെ വീട്ടിൽ നിന്നാണ് ജെയിനിസ് രാജു ചേരുന്നത്. ജെയിൻ, അവിടുത്തെ ഒരു അവസ്ഥ എന്താണ്? പരിസരവാസികളും ബന്ധുക്കളും ഒക്കെ ഉണ്ടോ? മോത്തി, ഞാനിപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല. അത് ഒരു മലയ്ക്ക് മുകളിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ചേന്നാപ്പാറ മുകൾ എന്നാണ് ആ പ്രദേശത്തിന് തന്നെ അറിയപ്പെടുന്നത്. ആ ഭാഗത്തേക്കുള്ള യാത്രയിലാണ്. വാഹനം കടന്നു പോകുന്ന വഴിയല്ല, നടന്നു തന്നെ വേണം പോകാൻ. ഉള്ള റോഡ് വളരെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. ഏതാണ്ട് ആ വീടിന് സമീപത്തേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് 1 കിലോമീറ്ററോടെ നടന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് എത്തും എന്നാണ് പറഞ്ഞത്. ആളുകൾ താമസിക്കുന്ന പ്രദേശമല്ല, വളരെ ചുരുക്കം ആളുകൾ മാത്രം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന സോഫിയയും അവിടെ ഉണ്ടായിരുന്ന 2-3 കുടുംബങ്ങൾ മാത്രമാണ് ആ ഭാഗത്ത് താമസിച്ചിരുന്നത്. അതിനപ്പുറം ഇതൊരു എസ്റ്റേറ്റ് ആണ്. TR&T എന്ന് പറയുന്ന കമ്പനിയുടെ റബ്ബർ എസ്റ്റേറ്റ് ആണ്. ആ റബ്ബർ എസ്റ്റേറ്റിൽ പലയിടങ്ങളും കാടും ഏതാണ്ട് വനപ്രദേശത്തിന് സമാനമായിട്ടുള്ള ഒരു പ്രദേശമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ നമുക്ക് കാണാം, ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ആനത്താര ഭാഗത്താണ്. അവിടെ ആന മുകളിൽ നിന്ന് ഇറങ്ങി പോയ പാടുകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്ററോടെ മുകളിലേക്ക് പോയാൽ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയത്. ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടായത്. വൈകുന്നേരം 6 മണിക്ക് പോയപ്പോഴാണ് അമ്മയെ താന് ചവിട്ടി കൊലപ്പെടുത്തിയ നിലയിൽ കാണുന്നത്. തൊട്ടടുത്തുള്ള അരുവിയിൽ വെള്ളം ശേഖരിക്കുന്നതിനോ കുളിക്കുന്നതിനോ പോയതാകാം എന്നാണ് കരുതുന്നത്. ഏതാണ്ട് ആ ഭാഗത്തായിരിക്കും അവരുടെ വീടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാട്ടാന ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ നമ്മൾ ഇവിടെ എത്തുമ്പോഴും കാട്ടാനയുടെ സാന്നിധ്യം ആ വനമേഖലയുടെ ആ ചേർന്നുള്ള ഭാഗത്ത് ആനയുണ്ട് എന്ന് നാട്ടുകാർ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അല്പം വെളിച്ചം വീണതിന് ശേഷം മാത്രം ആ ഭാഗത്തേക്ക് പോകാൻ തീരുമാനിച്ചത്. എന്തായാലും ഇപ്പോൾ അവിടെ ആരെയും താമസിപ്പിച്ചിട്ടില്ല. ഇന്നലെ ഉണ്ടായ പ്രതിഷേധങ്ങളെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന 3 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ആ 3 കുടുംബങ്ങളെ ഇതിന് താഴെ TR&T കമ്പനിയുടെ ഒരു ലയമുണ്ട്. ആ ലയത്തിലേക്കാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. കാട്ടാനയുടെ എപ്പോഴും ശല്യമുള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു നടപടി ഉണ്ടായത്. ഇന്നലെ രാത്രി വൈകിയും അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ വരെ നീണ്ട വലിയ പ്രതിഷേധമാണ് ചേന്നാപ്പാറയിൽ. അങ്ങോട്ടേക്ക് പോവുകയാണ്. വളരെ ദുർഘടമായൊരു മേഖലയാണ്. അങ്ങോട്ടേക്ക് ഇനിയും 1 കിലോമീറ്ററോളം നടന്നാൽ മാത്രമേ ആ വീട്ടിലേക്ക് എത്തൂ എന്നാണ് ജെയിൻ പറയുന്നത്. പതിവായി ആന വരുന്ന വഴിയാണത്, ആനത്താരയാണ്. അതുവഴിയാണ് നടന്നു പോകുന്നത് ജെയിൻ. ഷിനോ ജസ്റ്റിയിലേക്ക് കൂടി പോയിട്ട് നമുക്ക് ജെയിനിലേക്ക് തിരികെ വരാമെന്ന് തോന്നുന്നു. ഷിനോജ് കാഞ്ഞിരപ്പള്ളിയിൽ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. ഷിനോജ്, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായോ? വിശദാംശങ്ങൾ എന്താണ്? മൂത്തി അല്പസമയം മുമ്പാണ് സോഫിയയുടെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ ആരംഭിച്ചത്. 7:30 കൂടി പെരുവന്താനം പോലീസ് ഈ മുണ്ടക്കൈ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെത്തി. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ അവസാനിക്കും. അതിനുശേഷം കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോകും. അവിടെയാകും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ നടക്കുക. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം കൂടുതൽ വ്യക്തത എങ്ങോട്ടാണ് ഈ മൃതദേഹം കൊണ്ടുപോകുന്നത്, വീട്ടിലേക്ക് കൊണ്ടുപോകുമോ അതല്ല മുണ്ടക്കയത്തെ പള്ളിയിൽ സംസ്കരിക്കുമോ കൂടെ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശത്തെ നാട്ടുകാരൊക്കെ തന്നെ ഇപ്പോൾ ഈ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവർക്ക് നമുക്കിപ്പോൾ ചേരുകയാണ്. ചേട്ടാ, ഈ സ്ഥിരം ഇത്തരത്തിൽ കാട്ടാൻ ഇറങ്ങുന്ന സ്ഥലമാണല്ലേ? നിങ്ങൾ പരാതി എങ്ങനെയൊക്കെ ഒന്ന് പറയുന്നുണ്ടായിരുന്നു ആ സമയത്തൊക്കെ? ഞങ്ങൾ എല്ലായിടത്തും MLA അടുത്തും MP അടുത്തും എല്ലാം പരാതി പറയുന്നുണ്ട്. പക്ഷേ നടപടിയൊന്നുമില്ല. ഇതുവരെ നടപടി ഒന്നും കൊണ്ടുവരില്ല. ഫെൻസിംഗ് ഒന്നുമില്ല? ഫെൻസിംഗ് ഒന്നുമില്ല. പരാതി എടുക്കുന്ന സമയത്തൊക്കെ അവരെന്താ പറയുന്നത്? അവർ ചെയ്യാന്ന് പറയും. ഇതുവരെ തീരുമാനമൊന്നും ആയില്ല. എസ്റ്റേറ്റ് മാനേജ്മെൻറ്റിന് ഒരു ഉത്തരവാദിത്വമില്ല. അതൊരു വലിയൊരു പിടിപ്പ് വേണം മാനേജ്മെൻറ്റ്. ഈ മുണ്ടക്കയം TR&T എസ്റ്റേറ്റിൽ അങ്ങനെയാണ്. ഇത് ആന ഒരു 3-4 വർഷമായിട്ട് സ്ഥിരമായിട്ട് ആനയുണ്ട് അവിടെ. ഈ മാമ്പ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതിനകത്ത് ആന നിൽക്കുമെന്ന് പറഞ്ഞാൽ ആന വന്ന് 10-22 ആന നിൽക്കും. ഇത് അന്ന് ആന ഉപദ്രവം എന്ന് പറഞ്ഞാൽ ആന വന്ന് പറമ്പ് കയറി ദേഹങ്ങൾ നശിപ്പിക്കുക, തെങ്ങ്, വാഴ, റബ്ബർ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒടിച്ച് പറിച്ച് കളഞ്ഞ് പോകുന്നതാണ്. ആൾക്കാരുടെ ദേഹങ്ങൾ നശിപ്പിച്ച് പോകുമായിരുന്നു. ഈ ഉപദ്രവം എന്ന് പറയുന്നത് ഉണ്ടായത് ഈ
ഇന്നലെ സംഭവമാണ് ഉണ്ടായത്. അതങ്ങനെ ഒരു 5:30 കൂടി 4:45, 5:30 ആയപ്പോഴാണ് അവർ കുളിക്കാൻ വെള്ളം അവരുടെ താമസിക്കുന്നതെന്ന് കുറച്ച് താഴെ ഓലി അവിടെ വന്ന് വെള്ളം തുണി നനയ്ക്കാൻ വേണ്ടി വന്ന പിള്ളേർ കൂടി അവർ വയ്യാത്ത കൊച്ചൊക്കെ ഉണ്ട് കൂടുതൽ അവരിറങ്ങി വന്ന കൂടുതൽ ഈ കൊച്ചിലെ കുളിപ്പിച്ച് കയറ്റി വിട്ട ശേഷം അവർ തുണി നനച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ആന വന്ന് ഇവരെ ഉപദ്രവിച്ചത്. ആന വന്ന് ചവിട്ടി അവരെ വലിച്ചെറിയും. അങ്ങനെയാണ് അന്ത്യം സംഭവിച്ചത്. കാരണം വെച്ചാൽ TRND കമ്പനിക്കകത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. TRND കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു 500 ഏക്കർ സ്ഥലം ചുമ്മാ ബേഷാർ കിടക്കുകയാണ് TRNDക്കകത്ത്. അത് ഈ അതിന് മുമ്പ് റബ്ബർ മരം നിന്ന സ്ഥലമായിരുന്നു. അവർ മരം മുറിച്ച് മാറ്റിയ ശേഷം പിന്നെ ഒരു പണി അവിടെ ചെയ്യുന്നില്ല. അതിങ്ങനെ വനം കാടും ഇത് വനമാണോ പിന്നെ നാടാണെന്നറിയത്തില്ല, ഇതിലാണ് നിൽക്കുന്നത്. കാരണം മരം കയറി അതുപോലെ നിൽക്കുകയാണ്. അതിനകത്ത് കയറി ആന വന്ന് അവിടെ തങ്ങും. കാരണം ഇതുങ്ങൾ അവിടെ വന്ന് കയറി തിന്നാനും അതുകൊണ്ട് വട്ടയാരും മറ്റു മരങ്ങളും ഒക്കെ ഉണ്ട്, അവിടെ നിൽക്കും. അങ്ങനെ സ്ഥിരമായിട്ട് അപ്പോൾ നമ്മൾ അതിന് മുമ്പ് കഴിഞ്ഞ വർഷം ഞങ്ങൾ സമരം ചെയ്തായിരുന്നു. അവിടുത്തെ ആൾക്കാരും നാട്ടുകാരും പ്രതിനിധികളും കൂടി പഞ്ചായത്ത് മെമ്പറും പിന്നെ ജനപ്രതിനിധികളെല്ലാം കൂടി സമരം ചെയ്തായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ അത് പിന്നെ മന്ത്രിസഭ വരെ അറിയിച്ചു. അപ്പോൾ അവിടെ നിന്ന് കുറേ വർഷകാലം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും അതിന് ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല. ഇനി മുൻകാലങ്ങളിലാണ് തന്നെ നമ്മുടെ ഒന്നാമേ പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ മാമ്പായ എന്ന് പറഞ്ഞാൽ ഒരു യാത്രാ സൗകര്യമില്ലാത്ത മേഖലയാണ്. കാരണം അതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് 4-5 ബസ് ഓടുന്നതായിരുന്നു. ഇപ്പം കുഞ്ഞുങ്ങൾ പോകണമെങ്കിൽ ഈ പറഞ്ഞ ആന അന്ന് അവരെ കുഞ്ഞുങ്ങൾ പോകുന്നത് ഈ കുറുക്ക് വഴി ഈ വനത്തിൽ കൂടെ ഇറങ്ങിപ്പോണ്ടത്. അപ്പോൾ അവർക്ക് പോകാനും ഈ വരുമ്പോൾ രാത്രി കാലങ്ങളിൽ വരുമ്പോൾ അല്ലെങ്കിൽ വൈകിട്ടായാലും സ്കൂൾ വിട്ട് വരുമ്പോഴാണ് ഈ ആനകൾ വഴികൾ കാണും. അത് രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ അവർ പോയി കൂട്ടിക്കൊണ്ട് വരുന്നത് അങ്ങനെയാണ് തോന്നുന്നത്. ഇത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് അവിടെ ഉണ്ട്. കാരണം അതിൻ്റെ ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞാൽ TRND കമ്പനിയാണ്. അവർ തെളിക്കാതെ ഒരു പരിപാടി അവിടെ നടക്കുന്നില്ല. ഇങ്ങനെ പിടിച്ച് അവർ അവിടെ ഒരു പരിപാടി ചെയ്യും. ഈ സമയം ചൂട് കാലം കൂടിയാണ്. ഈ സമയത്ത് കൂടുതലായിട്ട് ആന ഇറങ്ങുന്ന സമയം. അപ്പോൾ ചൂട് കാലം എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാനൊക്കെ അതിന് വരുന്നത്. കാരണം അവിടെ വേറെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇങ്ങനെ വനമായിട്ട് കിടക്കുകയാണല്ലോ. അതുകൊണ്ടാണ് ഈ ആൾക്കാർ ഒന്നാമത് അവിടെ യാത്രാക്ലേശം എന്ന് പറഞ്ഞാൽ വഴി സൗകര്യമില്ല. അപ്പോൾ അതിനകത്ത് ഈ ആൾക്കാർ ഈ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഒരു വണ്ടി വന്നപ്പോൾ പോകാൻ മേലാത്ത സാഹചര്യങ്ങൾ സൈഡ് പോലും കൊടുക്കാൻ പാടില്ല. കാരണം ഒന്നായി വളവും തിരിവാണ്ട് വനം കിടക്കുന്നതുകൊണ്ട് ഈ ആന നിൽപ്പുണ്ടെന്ന് അറിയത്തില്ല. കാരണം ഇത് കുറിയ വന്ന് കയറുന്നതാണ്. വനത്തിൽ നിന്ന് വന്ന് കയറി പോകും. അപ്പോൾ ഇത് ചിലപ്പം ഇതിനകത്ത് അബദ്ധത്തിൽ വന്ന് കാണും. ഇത് എന്ന് പറഞ്ഞ പോലെയാണ് ഈ ആന നിൽക്കുന്നതോ വരുന്നത് ഇവർ കാണാൻ പറ്റില്ല. അതാണ് ഇതിനകത്ത് സംഭവിച്ചത്. അപ്പോൾ ഇതിനെ കാണാൻ ഇതിൻ്റെ ഏറ്റവും ഈ TRND കമ്പനിയാണ്. കാരണം അവർ തെളിക്കുവാണെങ്കിൽ കുറച്ച് ആന കയറിയല്ല. പറമ്പ് തെളിഞ്ഞു കിടക്കുവാണെങ്കിൽ ആന ശല്യങ്ങൾ കുറവായി. ഇതൊക്കെയാണ് അതിനകത്ത് മെയിനായിട്ടുള്ളത്. കാരണം ഇതിനകത്ത് നമ്മൾ ശക്തമായിട്ട് നമ്മൾ ഈ പരിപാടി പിന്നെ സമരമായിട്ട് ഞങ്ങൾ പോവുകയാണ്. ഇത് കഴിഞ്ഞാൽ ഉറൻ തന്നെ ഇത് കഴിഞ്ഞ നാൾ. കാരണം ഇത് TRND കമ്പനിക്ക് വേണ്ടി തന്നെ. കാരണം ഇവരിങ്ങനെ കിടക്കുകയാണ്. അത് സ്ഥിരമായിട്ട് ഈ ആന എന്ന് പറഞ്ഞാൽ അത് ആന തന്നെയല്ല, കടുവായുണ്ട്, പുലിയുണ്ട്. ഈ അടുത്ത നാൾ അവരുടെ ഈ പറഞ്ഞ പെരിയാറിൽ നിന്ന് കയറി വരുന്നതാണോ? അപ്പോൾ അത് പെരിയാറ്റിൽ നിന്ന് വരുന്ന. കാരണം ഈ ഇതുമായിട്ട് ശബരിമല വനമായിട്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ സ്ഥലം. കാരണം കഴിഞ്ഞ ദിവസമാണെങ്കിൽ പട്ടിയെ പുലി പിടിച്ചിട്ട് പോയി. അതിന് മുമ്പ് കടുവാ പശുവിനെ പിടിച്ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ സ്ഥിരം ശല്യമായിട്ട് തീർന്നിരിക്കുകയാണ്. ഈ പുറത്തായി വന്നു കഴിഞ്ഞാൽ ഇവർ തന്നെ ഇതും. അപ്പോൾ ഈ ഇന്നലെ പകലെ ഇവർ പറഞ്ഞതാണ് ആന അവിടെ കേട്ടിട്ടുണ്ടെന്ന് നാട്ടുകാർ വിളിച്ചു പറയും. ആ നാട്ടുകാർ വിളിച്ചു കഴിഞ്ഞപ്പം 2 വാച്ചർമാർ അവർ വന്ന് നോക്കിച്ച് ആനെ കാണുന്നില്ല. അവർ തിരിച്ചു പോയി. ഇത് കഴിഞ്ഞിട്ട് ഈ സംഭവം നടന്നിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർ വന്ന് രാത്രി 8:30 ആയപ്പോൾ ഈ പോസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വരുന്നത് 5:30 വിളിച്ചു പറഞ്ഞ് അവരെ അറിയിച്ചിട്ട് അവർ തിരിച്ചു വരുന്നത് ഈ സംഭവ സ്ഥലത്ത് വരുന്നത് ഈ 8 മണി രാത്രിക്ക് ശേഷമാണ് വരുന്നത്. കാരണം അതിന് മുമ്പ് ഒരു ആന അവിടെ ചെരിയോ വന്നായി. അപ്പോൾ ഇവർ 1/2 മണിക്കൂറുണ്ട് ഇമാരെല്ലാം അവിടെ വന്നു കഴിഞ്ഞു. ആന അവിടെ പറഞ്ഞ് ചെരിഞ്ഞ് എങ്ങനെയോ സംഭവിച്ചു കഴിഞ്ഞപ്പം 1/2 മണിക്കൂർ മുമ്പെല്ലാം വന്നവിടെ അവന്മാർ അതിന് വേണ്ടി ഏതെല്ലാം തരത്തിലുള്ള വണ്ടി ഉണ്ട് ആ ഉദ്യോഗസ്ഥന്മാരുടെ വണ്ടിയെല്ലാം വന്ന് അവർ ആ കാര്യം ചെയ്തു. അതിൻ്റെ ഒരു വില പോലും ജനങ്ങൾ പോകുന്നതിന് മനുഷ്യൻ മരിക്കുന്നതിന് അതിനൊരു അംശം പോലും അവർ കൊടുത്തില്ല. കാരണം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പ്രശ്നമാണ്. ഒരു 6 വർഷം മുമ്പ് ആദ്യമായിട്ട് ആന വന്ന് എൻ്റെ വീടിൻ്റെ അവിടെ വന്നത്. എൻ്റെ ബാത്റൂം ആദ്യമായിട്ട് താറത്തിട്ട് ഞങ്ങളന്ന് അവിടുന്ന് കുടിയിറങ്ങിയിട്ട് ഇപ്പോൾ 7 വർഷമായി ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുക. മൂത്തി അത് ചൂട് കാലം കൂടിയാണ്. പ്രത്യേകിച്ച് ആനകളൊക്കെ തന്നെ വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ ഈ കാട്ടിൽ നിന്നൊക്കെ നാട്ടിലേക്കൊക്കെ ഇറങ്ങുന്ന സമയം കൂടിയാണ്. അപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടങ്ങൾ, ഇത്തരത്തിൽ വന്യ ആക്രമണങ്ങളൊക്കെ തന്നെ പതിവാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ കാണുന്ന മുണ്ടക്കൈ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയുടെ മോർച്ചറിയിൽ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുകയാണ്. അല്പസമയം കൊണ്ട് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ അവസാനിക്കും. അതിനുശേഷമാകും കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകുക. അവിടെയായിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. മോത്തി ശരി ഷിനോജ്, ഇൻക്വസ്റ്റ് നടപടികൾ അവിടെ നടക്കുകയാണ് മുണ്ടക്കൈ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ. പെരുവന്താനത്ത് നിന്നുള്ള 2 പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. ഞാൻ തോട്ടത്തിൽ പണിക്ക് പോകുന്ന ആളാണ്, സൂപ്പർവൈസറായിരുന്നു. അപ്പം പോയ വഴിക്ക് ആന ബൈക്കിനെ അടിച്ച് താഴെയിട്ടായിരുന്നു. അപ്പോൾ കാലിന് ചെറിയ പരിക്കൊക്കെ പറ്റി, ബൈക്കിന് പറ്റി. പിന്നെ പെട്ടെന്ന് ഞാൻ രക്ഷപ്പെട്ടെന്നുള്ളൂ കഷ്ടിച്ച്. ഇത് ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണോ? ഇതൊരു ഒറ്റപ്പെട്ട സ്ഥലം. 2-3 വീടേ ഉള്ളൂ ഇവിടെ.
എൻ്റെ കൊച്ചിനെ കൊണ്ടുവിടണ ഞാൻ ഇപ്പം കൊണ്ടുവിടുക, ജോലിക്ക് പോവാ കൊച്ച്. ഇതിനെ കൊണ്ടുവിടുക ഞാൻ കൊമ്പുത്തി കൊണ്ട് വിട്ടിട്ട് ബസ് കയറ്റി വിട്ടിട്ട് ഒറ്റയ്ക്ക് വിടാൻ പേടിയായിട്ട്. ഫോറസ്റ്റ് ഈ സംഭവം നടന്ന് ഇന്ന് ഒരാഴ്ച കൊണ്ട് ആന മേളിൽ കിടന്ന് കറങ്ങിക്കൊണ്ട് ഇവിടെ ഈ ഫോറസ്റ്റ് സ്റ്റേഷൻ ഇവിടെ അടുത്താ. ഈ ഫോറസ്റ്റുകാർക്കൊന്ന് പോയി നോക്കത്തില്ലേ? ഇന്നലെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ അവിടെ എല്ലാം നോക്കിയതാന്ന് പറഞ്ഞു. ആ മേളിൽ ഇതിനെ തൊട്ട് മേളത്തെ പറമ്പിൽ ആന കയറി നിരങ്ങുമായിരുന്നു.